Hi friends, welcome to Pratapjit. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പുതിയ 5G ഫോണിനെ കുറിച്ചാണ്. ഷവോമിയുടെ പുതിയ 5G ഫോൺ Mi10 Youth 5G. കഴിഞ്ഞ ദിവസം റിയൽമിയുടെ ഒരു 5G ഫോൺ അവതരിപ്പിച്ചിരുന്നു. 21,600 രൂപ, ആ ഒരു 22,000 രൂപ താഴെയായിട്ട് റിയൽമി ചൈനയിൽ ഒരു 5G ഫോൺ അവതരിപ്പിച്ചു. അപ്പോൾ തന്നെ നമുക്കറിയാം ഷവോമി ഒരു കോമ്പറ്റീഷനുമായിട്ട് വരുമെന്ന്. വന്നിരിക്കുകയാണ് Mi10 Youth 5G എന്ന് പറയുന്നത് 22,600 ബേസ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഏറെക്കുറെ 22,000 രൂപ റേഞ്ചിൽ തന്നെയാണ് ഈ രണ്ട് ഫോണുകളും, റിയൽമിയുടെ 5G ഫോണും ഇതേപോലെ ഷവോമിയുടെ Mi10 Youth 5Gയും വരുന്നത്. അപ്പോൾ എന്തായാലും കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് ഒന്നിലധികം ഫോണുകളായി 5G ഫോണുകളായി നമുക്ക് 22,000 രൂപ റേഞ്ചിൽ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാൻ തുടങ്ങുന്നുണ്ട്. ഇന്ത്യയിലല്ല, ചൈനയിലാണെങ്കിൽ പോലും ആ ഒരു പ്രൈസിൽ അവിടെ അവൈലബിൾ ആയി കഴിഞ്ഞു. എന്തായാലും ഈ ഫോണിൻ്റെ Mi10 Youth 5G എന്ന് പറയുന്ന ഈ ഫോണിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഡിസ്പ്ലേ സാംസങ്ങിൻ്റെ AMOLED ഡിസ്പ്ലേ തന്നെയാണ് വെച്ചിരിക്കുന്നത്. 6.57 ഇഞ്ച് വരുന്ന നല്ലൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. അപ്പോൾ 22 രൂപയ്ക്ക് 5Gയും ഈ ഒരു സ്നാപ്ഡ്രാഗൺ 765 എന്ന് പറയുന്ന പവർഫുള്ളായ പ്രോസസ്സറും മാത്രമല്ല, അതിൻ്റെ ഒപ്പം നല്ല ഡിസ്പ്ലേ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഉണ്ട്. നല്ല സ്ട്രോങ് ആയ ഒരു ഫോൺ. പിന്നെ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ കൂടുതൽ തന്നെ ഇതിൻ്റെ വെയിറ്റും തിക്നെസ്സും നോക്കിയാൽ 7.88 mm. വലിയ തിക്നെസ്സും കാര്യങ്ങളൊന്നുമില്ല. ക്യാമറ ബമ്പ് ഒഴികെയാണ് പറയുന്നത്. നോർമലി അങ്ങനെ തന്നെയാണ് എല്ലാവരും കണക്കാക്കാറ്. അങ്ങനെ നോക്കുമ്പോൾ സ്ലിമ്മായ ഫോൺ തന്നെയാണ്. വെയിറ്റ് നോക്കിയാൽ 192 ഗ്രാമേ ഉള്ളൂ. നമ്മുടെ റെഡ്മി നോട്ട് 8 പ്രോയോ അങ്ങനെയുള്ള നോക്കിയാൽ 200 ചില്ലാനും ഗ്രാം വരുന്നുണ്ട്. 250 ഗ്രാമോളൊക്കെ വെയിറ്റ് വരുന്നുണ്ട്. ഇത് 192 ഗ്രാമേ വെയിറ്റ് വരുന്നുണ്ട്. സോ ഓവറോൾ ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളും തിക്നെസ്സും എല്ലാം നോക്കിയാലും ഓവറോൾ ഈ ഒരു ഫോൺ നല്ല ഡിസൈനാണ്. അതേപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ടെക്നോളജിയിലൊന്നും ഒരു തരത്തിലുള്ള കുറവും കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. പെർഫോമൻസിനകത്ത് റാം 6GB റാം തൊട്ട് അവൈലബിൾ ആണ്. 6GB റാമിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസാണ് നമ്മൾ പറഞ്ഞത് 22,600. ഈ റാം സ്റ്റോറേജൊക്കെ UFS 2.1 സ്റ്റോറേജും അതേപോലെ LPDDR4X റാമും ഒക്കെ തന്നെയാണ്. ഇനി ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാലും ഇത്തിരി വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. ഒന്ന് 48 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ. യൂഷ്വലി ഇപ്പോൾ 48, 64 ഒക്കെ ധാരാളം വരുന്നു. അതിൽ സർപ്രൈസിംഗ് ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 4K 30 ഫ്രെയിം/സെക്കൻഡ് വരെയൊക്കെ ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു നോർമൽ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് 48 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ. പക്ഷേ 8 മെഗാ പിക്സലിൻ്റെ മറ്റൊരു ക്യാമറയുണ്ട്. അതിനകത്ത് 50x വരെ ഡിജിറ്റൽ സൂം ചെയ്യാം, 10x വരെ ഹൈബ്രിഡ് സൂമും ചെയ്യാം, ഒരു 3x 5x വരെ നമുക്ക് ഒപ്റ്റിക്കൽ സൂമും ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. പെരിസ്കോപ്പിക് ക്യാമറ സെറ്റപ്പാണ്. അപ്പോൾ 5x വരെ ഒപ്റ്റിക്കൽ സൂമും ഡിജിറ്റൽ സൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഗംഭീര സൂമിങ് കേപ്പബിലിറ്റിയുമായിട്ടാണ് ഷവോമിയുടെ Mi10 Youth എന്ന് പറയുന്ന ഫോൺ വരുന്നത്. ഓൾറെഡി റിയൽമിയുടെ ഒരു സൂമിങ് ഫോൺ വരാനിരിക്കുന്നുണ്ട്. റിയൽമി X3 സൂം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൂമിങ് ഫീച്ചറോട് കൂടി ഒരു ഫോൺ വരാൻ പോകുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ Mi10 Youth ഒരു സൂമിങ് ഫീച്ചറൊക്കെ ഉള്ള ഒരു ഫോണായിട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും 5G മാത്രമല്ല, അതിൻ്റെ ഒപ്പം ഈ സൂമിങ് കേപ്പബിലിറ്റിയും ഈ ഒരു ഫോണിനുണ്ട്. അപ്പോൾ എന്തായാലും വരാൻ പോകുന്ന റിയൽമിയുടെ സൂമിങ് ഫോണിനുള്ള കോമ്പറ്റീഷൻ ഓൾറെഡി ഷവോമി കൊടുത്തു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കോമ്പറ്റീഷൻ കാണാൻ നല്ല രസമുണ്ട്. സൂമിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. അത് 8 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്, ടെലിഫോട്ടോ ലെൻസ്. അതേപോലെ തന്നെ മറ്റൊരു 8 മെഗാ പിക്സൽ ക്യാമറ കൂടിയുണ്ട്. അത് വൈഡ് ആംഗിളാണ്. പിന്നെ ഒരു മൈക്രോ ലെൻസും ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു 4 ക്യാമറ, ക്വാഡ് ക്യാമറ സെറ്റപ്പിലാണ് റിയർ സൈഡ്. 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും ഈ ഒരു ഫോണിലുണ്ട്. എന്തായാലും ഇങ്ങനെയാണ് ഇതിൻ്റെ ക്യാമറ സ്പെസിഫിക്കേഷൻ, ക്വാളിറ്റിയൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. എന്തായാലും ഇന്ത്യയിലേക്ക് എപ്പോഴാണ് വരിക എന്നുള്ളത് അറിയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് അതൊക്കെ വിശദമായിട്ട് പരിശോധിക്കാം. ഇനി ഇതിൻ്റെ ബാറ്ററി നോക്കിയാൽ 4160 mAh ആണ്. 22.5 അങ്ങനെ ഒരു ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റിയാണ്. അപ്പോൾ 22 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതിൻ്റെ ഒപ്പം വരുന്നത്. ഫാസ്റ്റ് ചാർജർ ബോക്സിൽ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റിയും ഒക്കെ ആയിട്ട് ഓവറോൾ നല്ല ആ ഒരു പ്രൈസ് കേൾക്കുമ്പോൾ നമുക്ക് 22,600 അല്ലെങ്കിൽ 23,000 രൂപ താഴെ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൈസിനുള്ള ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളുണ്ട്, സ്ട്രോങ് ആയ ഡിസൈനും കാര്യങ്ങളുണ്ട്, ക്യാമറ സൂമിങ് കേപ്പബിലിറ്റി ഉണ്ട്, 5G ഉണ്ട്, സ്നാപ്ഡ്രാഗൺ 765 പവർഫുള്ളായ പ്രോസസ്സറുണ്ട്, നല്ല ബാറ്ററി, ഫാസ്റ്റ് ചാർജിങ് എല്ലാം കൂടി നോക്കുമ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്തായാലും നല്ല ഒരു പ്രൈസിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇതേ പ്രൈസ് ആയിരിക്കുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ചൈനയിലെ പ്രൈസിങ് കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു ഫോൺ നല്ലൊരു പ്രൈസിങ് ആണോ? ഇന്ത്യയിലേക്ക് ഈ ഒരു പ്രൈസിന് എത്തുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. എന്തായാലും ഷവോമി ഇതിൻ്റെ ഒപ്പം MIUI 12 കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷെഡ്യൂളും ചൈനയിലെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോകളിൽ പറയാം. എന്തായാലും ഈ ഒരു ഫോണിനെ കുറിച്ച് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്റ്റഡ് പ്രൈസും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.